തമ്പി പറ, എന്തിനാ എന്നെ വിളിച്ച? എന്റെ വീടിന്റെ പെരവാസ്തോലിയ. എന്ത് തൊലി? എന്റെ വീടിന്റെ പാല് കാച്ചാണെന്ന്. ആണെന്താ വേണം? 2 സെറ്റ് ട്യൂബ് വേണം. എന്തോ ട്യൂബിനകത്ത് വെച്ചാണോ പാല് കാച്ചുന്നത്? നാട്ടിലുള്ള എല്ലാ ലൈറ്റ് വർക്കർമാരും കാർ വാങ്ങി, വീട് വാങ്ങി, സെറ്റപ്പായി. നീ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ? മനസ്സിലായില്ല. നിന്റെ ഈ മുണഞ്ഞ വർത്തമാനം ട്യൂബ് എവിടെ വെച്ച് കെട്ടണം? നിന്റെ ഉച്ചിയില്. ശംഖ് വിളിച്ചായിരുന്നോ? ശംഖ് വിളിച്ചതല്ല, ഞാനൊരു ഏമ്പക്കം വിട്ടു. അതന്നെയാ പെയിന്റർ ശംഖ് വിളിച്ചായിരുന്നോന്ന്. എന്തിന്? നമ്മുടെ അടുക്കളയുടെ അകത്തവന് ചുമന്ന വര വരച്ചിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഒരെണ്ണം വരയ്ക്കണം. അത് ചുമന്ന വര വരച്ചതല്ല, പിന്നെ പണി ശരിയാവാഞ്ഞിട്ട് അവന്റെ മുഖം ഭിത്തിയിൽ പിടിച്ച് ഉരച്ചതല്ല. അടുക്കളയുടെ പുറകിലുള്ള ആ വരയോ? അവനെ ഉരയ്ക്കുമ്പോൾ അവന്റെ കൂടുള്ളവർ നോക്കി നിൽക്കുമോ? അവൻ എന്റെ മുഖം പിടിച്ചു വെച്ച ഉരച്ച. നിനക്കൊരു കാര്യം അറിയാം, എന്റെ കഴിഞ്ഞ കാല ജീവിതം ആന്റപ്പന്റെ നിക്കറിലായിരുന്നു. എന്താ? ആൻഡോമാൻ നിക്കോബാറിൽ കടലിലും കപ്പലിലും പണി ചെയ്തു ഞാൻ കോടികൾ ഉണ്ടാക്കി. വർക്ക് ചെയ്യുന്ന ബാബു വരുന്നു. ലക്ഷങ്ങൾ ഉണ്ടാക്കി. നിനക്ക് മറ്റൊരു കാര്യം അറിയാം, 35 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഈ. വീടിന്റെ പാല് കാച്ച് ഉത്സവം പോലെ നടത്തണം. കേട്ട് കേട്ട് മടുത്ത് ചേട്ടാ ഞാൻ. നല്ല പഞ്ച് ഡയലോഗായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് 100 കേറിയ.